കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ മുണ്ടക്കയം ഇളങ്കാട് വല്യന്ത വാഗമൺ റോഡിൽ ഇളങ്കാട് ടൗൺ ഭാഗത്ത് വല്യന്ത തോടിനു കുറുകെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 2.75 കോടി രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ഇളങ്കാട് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ പിന്നിലുണ്ടായ വലിയൊരു ത്യാഗം, വലിയൊരു പ്രതിസന്ധി, ഏറ്റവും നമ്മൾ നേരിട്ട പ്രതിസന്ധി ആ പാലം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ അടിത്തറ സാധാരണഗതിയിൽ നല്ല റോക്ക്, നല്ല കനത്ത പാറയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സാങ്കേതിക പരിജ്ഞാനമുള്ള അതിൻ്റെ ആളുകൾ പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും ഇളകിയ മണലും മണ്ണുമായി തീരുകയും ചെയ്തത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തെ വല്ലാതെ ബാധിച്ചു. അതുപോലെ തന്നെ ആ കാലയളവിൽ കനത്ത കാലവർഷം തുടർന്നുകൊണ്ടിരുന്നത് നിർമ്മാണ പ്രവർത്തനം വല്ലാതെ വൈകിക്കാൻ നമുക്കിടയാക്കി. അതേ തുടർന്ന് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് തുക വർദ്ധിപ്പിച്ച് കൂടുതൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും കൂടുതൽ മികച്ച രീതിയിലുള്ള നിർമ്മാണ രീതികൾ അവലംബിച്ചുകൊണ്ടും ആ പ്രതിസന്ധിയൊക്കെ മുറിച്ചു കടക്കാൻ, തരണം ചെയ്യാൻ നടത്തിയ വലിയ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആന്റണി MP മുഖ്യ പ്രഭാഷണം നടത്തി. കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. മുൻ MLA KJ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് P G രാജ്, പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ദക്ഷിണ മേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷിജി കരുണാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിരൺ രാജൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. 2021 പ്രളയത്തിലാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന പാലം തകർന്നത്. പിന്നീട് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുൻകൈയെടുത്ത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 2.75 കോടി രൂപ അനുവദിപ്പിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്.